പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. സഹോദരങ്ങളെ, പരിശുദ്ധ സഭ നോമ്പിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. സുറിയാനി സഭകളുടെ പാരമ്പര്യമനുസരിച്ച് പരിശുദ്ധ നോമ്പിൽ ക്രമീകരിച്ചിട്ടുള്ള ഏവൻഗേലിയോൻ വായനകൾ ശ്രദ്ധിച്ചാലറിയാം. എല്ലാം സൗഖ്യത്തിൻ്റെ വലിയ അനുഭവങ്ങളാണ് വായനയ്ക്കായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. കുഷ്ഠരോഗിയെ സൗഖ്യപ്പെടുത്തുന്നു, അന്ധന് കാഴ്ച നൽകുന്നു, കൂനിക്ക് സൗഖ്യം നൽകുന്നു. ഇങ്ങനെ സൗഖ്യത്തിൻ്റെ വലിയ മഹോത്സവങ്ങളിലേക്ക് രോഗാതുരരായവരെ ആനയിക്കുന്ന സന്ദർഭങ്ങളാണ് ഏവൻഗേലിയോൻ വായനയ്ക്കായി സഭാപിതാക്കന്മാർ ക്രമീകരിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട ഒരു കൊച്ചു ധ്യാനചിന്തയാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 10 മുതലുള്ള വചനഭാഗം നമുക്ക് ഒന്ന് വായിക്കാം. ഒരു സാബത്തിൽ അവൻ ഒരു സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. 18 വർഷമായി ഒരു ആത്മാവ് ബാധിച്ച് രോഗിണിയായി നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത വിധം കൂനിപ്പോയ ഒരുവൾ അവിടെ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ടപ്പോൾ അടുത്ത് വിളിച്ചു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ രോഗത്തിൽ നിന്ന് നീ മോചിക്കപ്പെട്ടിരിക്കുന്നു. അവൻ അവളുടെ മേൽ കൈകൾ വെച്ചു. തൽക്ഷണം അവൾ നിവർന്നു നിൽക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തു ഒരു ദേവാലയത്തിൽ പഠിപ്പിക്കുന്നതിന് വേണ്ടി ചെല്ലുന്നു. പഠിപ്പിക്കുന്നതിന് വേണ്ടി ചെന്നപ്പോഴാണ് 18 വർഷമായി കൂന് ബാധിച്ച ഒരു സ്ത്രീ ആരാധനയ്ക്ക് വേണ്ടി ദേവാലയത്തിൽ എത്തിച്ചേരുന്നു. ദേവാലയത്തിൽ എത്തിച്ചേർന്ന സ്ത്രീയെ കണ്ട് കർത്താവ് അവൾക്ക് സൗഖ്യം നൽകുന്ന സന്ദർഭമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം തന്നെ 18 വർഷമായി കൂന് ബാധിച്ചിരുന്നവളായിരുന്നു എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഇത് തന്നെ വലിയൊരു ധ്യാനചിന്തയാണ് എന്ന് ഞാൻ കരുതുകയാണ്. 18 വർഷമായി ആരാധനാ ജീവിതത്തിൽ മുഴുകി നിൽക്കുന്ന, ദേവാലയ ശുശ്രൂഷകളിൽ മുഴുകി നിൽക്കുന്ന ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇവൾ കൂന് ബാധിച്ചവളാണ്. നാമൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ, നമ്മുടെ സാധാരണ ജീവിതത്തിൽ കൂന് ബാധിച്ചവരെ ഒത്തിരി നാം കാണാനിട വരുന്നുണ്ട്, ഒത്തിരി പേരെ പരിചയപ്പെടാനിട വരുന്നുണ്ട്. അവരെ നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? പലപ്പോഴും നോക്കുക, അവരുടെ കാൽവട്ടത്തിലേക്കല്ലാതെ ആകാശത്തിൻ്റെ നീലിമയിലേക്കോ പ്രശാന്തതയിലേക്കോ ഒന്ന് ഉയർന്നു നോക്കുവാൻ പോലും കഴിയാതെ എപ്പോഴും കൂനി നടക്കുന്ന അവരുടെ നിസ്സഹായത ഒരിക്കലെങ്കിലും നമ്മളെ ഒന്ന് പൊള്ളിച്ചിട്ടുണ്ടോ? ഒരിക്കലെങ്കിലും നമ്മളെ ഒന്ന് വേദനിപ്പിച്ചിട്ടുണ്ടോ? സഹോദരങ്ങളെ, ഇവിടെയാണ് യഥാർത്ഥത്തിൽ കൂന് എന്നുള്ളത് എന്തുകൊണ്ടാണ് സൗഖ്യപ്പെടേണ്ട ഒരസുഖമായി അല്ലെങ്കിൽ സൗഖ്യപ്പെടേണ്ട ഒന്നായി കർത്താവ് കാണുന്നത് എന്നുള്ളത് നാം വായിച്ചെടുക്കേണ്ടത് എന്ന് ഞാൻ കരുതുകയാണ്. മനുഷ്യൻ, നരവംശാസ്ത്രത്തെക്കുറിച്ചുള്ള പഠനത്തിന് നമ്മൾ ആന്ത്രോപോളജി എന്നാണ് പറയുക. ആന്ത്രോപോസ് എന്നാണ് മനുഷ്യൻ എന്നുള്ളതിൻ്റെ നിർവചനം. ആന്ത്രോപോസ് എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം ഉയരങ്ങളിലേക്ക് നോക്കുന്നവൻ എന്നാണ്. ലുക്കിംഗ് അപ്വേർഡ്സ്, ഉയരങ്ങളിലേക്ക് നോക്കാൻ കഴിവുള്ളവനാണ്. അങ്ങനെ തന്നെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. തന്നെ മെനഞ്ഞെടുത്ത തൻ്റെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് എപ്പോഴും ഉന്നതങ്ങളിലേക്ക് നോക്കാൻ കഴിയുന്ന മനസ്സോടുകൂടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ നോക്കുക, ഈ കൂന് ബാധിച്ച സ്ത്രീയാണ് കർത്താവ് സൗഖ്യപ്പെടുത്തുന്നത്. കൂന് ബാധിച്ചവരുടെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയാവുന്നത്, ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയാവുന്നത്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അവർക്ക് ആകാശത്തിൻ്റെ നീലിമയോ ആകാശത്തിൻ്റെ പ്രശാന്തതയോ ആസ്വദിക്കാനാവുന്നില്ല. അവർ അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഇറ്റുവട്ടത്തിൽ, കാൽപ്പരപ്പിലെ ആ മണ്ണ് മാത്രം കണ്ട് യാത്ര ചെയ്യുന്നവരാണ്. നമുക്കൊക്കെ ചുറ്റുവട്ടത്തിൽ നമ്മൾ കണ്ടിട്ടില്ലേ, ഇങ്ങനെ നമുക്ക് ചുറ്റും സഞ്ചരിക്കുന്ന ചിലരൊക്കെ. നമ്മളൊന്ന് ധ്യാനിച്ച് നോക്കുക, നമ്മുടെ ഇടവക ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ. ഒരുപക്ഷേ ഈ വചനം ധ്യാനിക്കുമ്പോൾ അത് നാം തന്നെ ആയേക്കാം എന്നുപോലും നാം കരുതേണ്ടതുണ്ട്. നമുക്കൊരിക്കലും അപരനിലേക്ക് എത്താത്ത എൻ്റെ കണ്ണുകൾ, അപരൻ്റെ സങ്കടങ്ങളിലേക്ക് തുറവിയില്ലാത്ത എൻ്റെ കാഴ്ചകൾ, ഇതൊക്കെ യഥാർത്ഥത്തിൽ ഒരു തരത്തിലുള്ള കൂനുബാധ തന്നെയല്ലേ? ഇവിടെയും ഈ സ്ത്രീയെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ നാം കാണേണ്ട ഒന്നാമത്തെ ഒരു തലം ഇത് തന്നെയാണ്. അവളുടെ കൂനിൻ്റെ, അവൾക്കപ്പുറം തുറവിയില്ലാത്ത ഒരു ജീവിതത്തിലായിരുന്നു അവൾ. അവളുടെ കാലിൻ്റെ ഇറ്റുവട്ടത്തിനപ്പുറമുള്ള വിശാലത ഇല്ലാത്തൊരു ജീവിതത്തിലായിരുന്നു അവൾ എന്ന് നാം വായിച്ചെടുക്കേണ്ടതല്ലേ? സഹോദരങ്ങളെ, നമ്മളിത് പഴയ നിയമത്തിൽ കാണുന്നില്ലേ? ജെറീക്കോയുടെ വാതിലിനെക്കുറിച്ച് പഴയ ഇസ്രായേൽ ജനസമൂഹം അവർ ജോഷുവയുടെ നേതൃത്വത്തിൽ വാഗ്ദത്ത ദേശമായ കാനാനിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ജെറീക്കോയുടെ മുമ്പിലാണല്ലോ അവർ ഒരു പ്രതിസന്ധി അനുഭവിക്കുന്നത്. ജെറീക്കോയുടെ വാതിലിനെക്കുറിച്ച് അവിടെ വേദപുസ്തകം പരാമർശിക്കുന്നത് ഇങ്ങനെയാണ്: അകത്തുനിന്നും പുറത്തുനിന്നും തഴുതിട്ടിരിക്കുന്ന വാതിലെന്നാണ്. നാം ഒന്ന് ധ്യാനിച്ച് നോക്കുക, നമുക്ക് ചുറ്റും ഇങ്ങനെ ചില മനുഷ്യരെ നമ്മൾ കാണുന്നില്ലേ? അകത്തുനിന്നും പുറത്തുനിന്നും തഴുതിട്ടിരിക്കുന്ന വാതിലുകൾ കൊട്ടിയടച്ചിരിക്കുന്ന ചില മനുഷ്യരെ. എൻ്റെ ഹൃദയത്തിലേക്ക് ആർക്കും സ്ഥാനമില്ല, എനിക്ക് പുറത്തേക്കും ആരോടും ബന്ധമില്ല. ഇങ്ങനെ ചില മനുഷ്യരെയൊക്കെ നമ്മൾ കാണുന്നില്ലേ? ഇത് യഥാർത്ഥത്തിൽ ഒരു കൂന് തന്നെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതില്ലേ? തീർച്ചയായും
ആണ് എന്ന് ഞാൻ കരുതുകയാണ്. അതുകൊണ്ട് ഇവിടെ കൂന് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ സഹോദരങ്ങളെ, നമ്മൾ കരുതേണ്ട ഒന്നാമത്തെ ഒരു തലം ഇത് തന്നെയാണ്. സ്വന്തം ജീവിതത്തിനപ്പുറം തുറവിയില്ലാത്ത ഒരു തലം. ഈ തലം തീർച്ചയായും നമ്മൾ തിരിച്ചറിയപ്പെടേണ്ടതുണ്ട്. നമ്മൾ പ്രത്യേകിച്ചും നമ്മൾ ഇന്ന് ജീവിക്കുന്ന സമൂഹത്തിൽ ഇത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണെന്ന് കൂടി നമ്മൾ അറിയണം. ശരിക്കും മനുഷ്യനെല്ലാം ഇന്ന് ഒറ്റപ്പെട്ട തുരുത്തുകളായി മാറപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. ഒരിക്കൽ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഞാനും ബഹുമാനപ്പെട്ട പുരോഹിതനങ്ങളുടെ കൂടി ഒരു ഭവനത്തിൽ, ഒരു ഫ്ലാറ്റിലാണ്, അവിടെ ഒരു രോഗി കിടക്കുന്നുണ്ട് എന്നറിഞ്ഞ് ഞങ്ങളെ ഒന്ന് ക്ഷണിച്ചതിൻ്റെ പേരിലാണ് അവിടെ ഒന്ന് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി കടന്നു ചെല്ലാനിടയായി. ഫ്ലാറ്റിൻ്റെ ചുറ്റുവട്ടത്ത് ചെന്ന് ആ ഭവനം ഏതാണെന്നൊന്ന് കണ്ടെത്താൻ ഞങ്ങൾ എത്ര ബുദ്ധിമുട്ടിയെന്നറിയുമോ? കാരണം തൊട്ടടുത്ത ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് പോലും യഥാർത്ഥത്തിൽ ആരെയും തിരിച്ചറിയപ്പെടുന്നില്ല. ആരും തമ്മിൽ ഒരു ബന്ധവുമില്ലാത്ത ഒരവസ്ഥ. മനുഷ്യനെല്ലാം ഒറ്റപ്പെട്ട തുരുത്തുകളായി മാറിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. അപരലിലേക്ക് ഒരിക്കലും എൻ്റെ ദൃഷ്ടികൾ ചെന്നെത്താത്ത ഒരു കാലം. ഇത് സ്വന്തം കാഴ്ചയിൽ തന്നെ ഒതുങ്ങിപ്പോകുന്ന ഒരു കാലം. ഇത് യഥാർത്ഥത്തിൽ ഒരു കൂന് തന്നെയല്ലേ? ഈ കൂന് സൗഖ്യപ്പെടേണ്ടത് തന്നെയല്ലേ? ഇത് ഒന്നാമത് ഇതുമായി ബന്ധപ്പെട്ട് ചിന്തിക്കാവുന്നത് ഇങ്ങനെയാണ് എന്ന് ഞാൻ കരുതുകയാണ്. രണ്ടാമത് സഹോദരങ്ങളെ, ഇത് തന്നെ മറ്റൊരു തലത്തിൽ കൂടി വായിച്ചെടുക്കണം എന്ന് ഞാൻ കരുതുകയാണ്. കാരണം നാം ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നമുക്കറിയാം, ജീവിത പ്രശ്നങ്ങൾ കൊണ്ട് രണ്ടറ്റവും തമ്മിൽ ഒരിക്കലും കൂട്ടിമുട്ടിക്കാൻ കഴിയാതെ നിസ്സഹായമായി ജീവിത പ്രശ്നങ്ങൾ കൊണ്ട് കൂനിപ്പോകുന്നവർ നമുക്ക് ചുറ്റുമില്ലേ? നമ്മുടെ ഇടവകയിലേക്ക്, നമ്മുടെ ഭവനത്തിൻ്റെ ചുറ്റുവട്ടങ്ങളിലേക്ക് ഒക്കെ നമ്മളൊന്ന് കണ്ണു പായിക്കുക. ജീവിത പ്രശ്നങ്ങൾ കൊണ്ട് കൂന് ബാധിച്ചവർ, കുനിഞ്ഞു പോകുന്നവർ എത്രയോ നമുക്ക് ചുറ്റുമുണ്ട്. നിസ്സഹായരുടെ ഈ നിരാലംബമായ നിലവിളികളൊക്കെ നമ്മുടെ കാതുകളിലെത്താറുണ്ടോ പലപ്പോഴും? ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് എനിക്ക് പരിചയമുള്ള ഒരു സഹോദരി പറയുമ്പോൾ അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ അടർന്നു വീഴുകയാണ്. ഭർത്താവ് ഒരു കൂലിവേലക്കാരനാണ്. ഭർത്താവ് ജോലി ചെയ്താണ് കുടുംബം പുലർത്തിക്കൊണ്ടിരിക്കുക. 2 കുഞ്ഞുങ്ങൾ പഠിക്കുന്നു. ഒരു മധ്യവർഗ സമൂഹത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ആരോടും ദാരിദ്ര്യത്തെക്കുറിച്ചോ അല്ലലിനെക്കുറിച്ചോ ഒന്നും പങ്കുവയ്ക്കാൻ വയ്യ. ഭർത്താവിനിപ്പോൾ അസുഖമാണ്. അതുകൊണ്ട് ഭർത്താവ് ജോലിക്ക് പോകുന്നില്ല. പക്ഷേ എന്നോട് പറയുകയാണ്, പ്രിയപ്പെട്ട ബ്രദർ, ഇന്ന് വൈകുന്നേരം എൻ്റെ വീട്ടിൽ കഞ്ഞി വയ്ക്കുമോ എന്നെനിക്ക് ഉറപ്പില്ല. കാരണം 1 മണി അരി പോലുമില്ല. റേഷൻ വാങ്ങാൻ എവിടെ നിന്നാണ് പണമുണ്ടാവുക എനിക്കറിയില്ല. പക്ഷേ ആ പറച്ചിലിൽ പോലും, ആ കണ്ണിൽ നിന്ന് ഉതിർന്നു വീഴുന്ന കണ്ണുനീരിൽ പോലും ഒരു ഉയർന്നു വരുന്ന ആ നിസ്സഹായത എന്തേ നമ്മളാരും കാണാതെ പോകുന്നു? എത്രയൊക്കെ അധ്വാനിച്ചിട്ട് പോലും രണ്ടറ്റങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ കഴിയാതെ നിരാലംബതയുടെ ജീവിത പ്രശ്നങ്ങൾ കൊണ്ട് ആർത്തമായി പോകുന്നതിൻ്റെ ആ കൂന്, ഈ കൂനും നമ്മൾ കാണേണ്ടതല്ലേ? അപ്പോൾ യഥാർത്ഥത്തിൽ നാം വായിച്ചെടുക്കേണ്ട കൂനുകൾ ഇത്തരത്തിലൊക്കെയാണ് എന്ന് ഞാൻ കരുതുകയാണ്. സ്വന്തം ജീവിതത്തിനപ്പുറം തുറവിയില്ലാത്തതിൻ്റെ സ്വാർത്ഥതയുടെ ഒരു കൂന്, അതിനപ്പുറം ജീവിത പ്രശ്നങ്ങൾ കൊണ്ട് കുനിഞ്ഞു പോകുന്നവരുടെ ഒരു കൂന്. പക്ഷേ ഈ കൂനൊക്കെ ബാധിച്ചു എങ്കിൽ പോലും, ഇത്തരത്തിലൊക്കെയാണ് എങ്കിൽ പോലും, ഇവിടെ നാം ഈ സ്ത്രീയെ നാം കാണേണ്ട ഒരു കാര്യമുണ്ട്. ഇവൾ മതജീവിതത്തിൽ വ്യാപൃതയാണ്. ഇവൾ മതാനുഷ്ഠാനങ്ങളിൽ വ്യാപൃതയാണ്. അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായും ഇവൾ ദേവാലയത്തിൽ എത്തുന്നത്. ഞാനും എൻ്റെ ദൈവവും എന്നുള്ളതല്ലാതെ ഞാനും എൻ്റെ സമൂഹവും തമ്മിൽ ഒരു ബന്ധവുമില്ലാത്ത ഒരവസ്ഥയിലേക്ക്, എൻ്റെ ദൈവവും ഞാനും എന്നുള്ളത് മാത്രം. ആ ബന്ധം ശരിയാണ്, അതിനെ നമ്മൾ നിഷേധിക്കേണ്ടതില്ല. പക്ഷേ ഞാൻ എൻ്റെ ദൈവത്തോട് ബന്ധപ്പെടുന്നതിനോടൊപ്പം തന്നെ ഞാൻ എൻ്റെ സഹജീവികളോടുകൂടി ബന്ധപ്പെടേണ്ടതല്ലേ? ഈ ബന്ധപ്പെടലും വളരെ പ്രധാനപ്പെട്ടതല്ലേ? ഇവിടെ ഇല്ലാതെ പോകുന്നതും ഒരുപക്ഷെ ഈ സ്ത്രീക്ക് ഇതായിരിക്കാം എന്ന് ഞാൻ കരുതുകയാണ്. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് ഇവളെ കണ്ടിട്ട് ഇവൾ ആവശ്യപ്പെടാതെ തന്നെ ഇവൾക്ക് സൗഖ്യം കൊടുക്കുകയാണ്. രണ്ടാമതായി നാം ഇവിടെ കാണേണ്ട ഒരു കാര്യം, ഇവൾ സൗഖ്യം ആവശ്യപ്പെട്ട് ഒരിക്കലും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നില്ല. സൗഖ്യം ഒരിക്കലും, കാരണം ഇവൾ ആയിരിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ച് ഒരുപക്ഷെ ഇവൾക്ക് അവബോധമില്ലാത്തത് കൊണ്ടായിരിക്കാം, ഒരുപക്ഷെ ഇവൾ തിരിച്ചറിയപ്പെടാത്തത് കൊണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെയായിരിക്കാം ഇവൾ സൗഖ്യം ആവശ്യപ്പെട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരാത്തത്. അതുകൊണ്ട് തന്നെ കർത്താവ് ഇവളെ വിളിച്ച് സൗഖ്യം കൊടുക്കുകയാണ്. ഇവിടെ വചനം ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ നമുക്കറിയാം, കർത്താവ് ഇവളോട് പറയുന്നത്, നിന്റെ രോഗബന്ധനത്തിൽ നിന്ന് നീ വിമോചിക്കപ്പെട്ടിരിക്കുന്നു. രോഗാത്മാവിനാൽ കെട്ടപ്പെട്ട് കിടക്കുന്നവളാണ് ഇവൾ. രോഗാത്മാവിനാലാണ് ഞാൻ കെട്ടപ്പെട്ട് കിടക്കുന്നത് എന്ന് തിരിച്ചറിയപ്പെടാത്ത അവസ്ഥയാണ് പലപ്പോഴും നമ്മുടെയൊക്കെ പരാജയം. നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള രോഗാത്മാവിനാൽ കെട്ടപ്പെട്ട് കിടക്കുന്നു. ഇത് നമ്മൾ തിരിച്ചറിയപ്പെടാതെ പോകുന്നു. ഈ തിരിച്ചറിയപ്പെടാത്തവർക്ക് കൂടി സൗഖ്യം കൊടുക്കേണ്ട വലിയ ഒരു ദൗത്യം യഥാർത്ഥത്തിൽ ക്രിസ്തു ഏറ്റെടുക്കുകയാണ്.
അതുകൊണ്ടാണ് അവൾക്ക് കർത്താവ് സൗഖ്യം കൊടുക്കുന്നത് എന്ന് ഞാൻ കരുതുകയാണ്. അവളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക്, പരിത്യക്തതയിൽ നിന്ന്, നിരാലംബതയിൽ നിന്ന് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് അവളെ കൂടി ആനയിക്കുകയാണ്. സൗഖ്യം ആവശ്യപ്പെടാതെ തന്നെ കർത്താവ് അങ്ങോട്ട് സൗഖ്യം കൊടുക്കുന്ന സന്ദർഭങ്ങളിലൊന്നായി നാം ഇതിനെ അതുകൊണ്ട് തന്നെ കാണേണ്ടതുണ്ട്. സഹോദരങ്ങളെ, അതുമായി ബന്ധപ്പെട്ട് തന്നെ മറ്റൊരു ചിന്ത നമുക്കറിയാമല്ലോ. കർത്താവ് എപ്പോഴും ജനക്കൂട്ടത്തെ കണ്ട് മനസ്സലിയുന്നവനാണ്. ഇവരുടെ രോഗാതുരതയും കണ്ട് കർത്താവിനും മനസ്സലിയുന്നു. ആ മനസ്സലിവാണ് യഥാർത്ഥത്തിൽ സൗഖ്യമായി മാറുന്നത്. നമ്മളിലും യഥാർത്ഥത്തിൽ ഈ മനസ്സലിവ് ഉണ്ടോ? യഥാർത്ഥത്തിൽ നമുക്ക് ചുറ്റുമൊക്കെ ഇങ്ങനെ തുറവി നഷ്ടപ്പെട്ടവരും ജീവിത പ്രശ്നങ്ങൾ കൊണ്ട് കൂനുബാധിച്ചവരുമൊക്കെ നമുക്ക് ചുറ്റിലുമില്ലേ? ഇവർക്കൊക്കെ വേണ്ടി, അല്ലെങ്കിൽ ഇവരോടൊക്കെയുള്ള മനസ്സലിവ്, ക്രിസ്തുവിനെ പോലെയുള്ള ഒരു മനസ്സലിവ്, അവർ ആവശ്യപ്പെടാതെ തന്നെ അവരുടെ ജീവിത പ്രശ്നങ്ങളിൽ ഇടപെടുകയും അവരുടെ ജീവിതത്തോട് സാർത്ഥകമായി പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു മനസ്സലിവ്, ഈ മനസ്സലിവ് യഥാർത്ഥത്തിൽ നമ്മളിലുണ്ടോ? ഇത് നമ്മൾ ധ്യാനിക്കേണ്ട ഒരു ചിന്തയല്ലേ. മദർ തെരേസയെയും ഫാദർ ഡാമിയനെയും ഒക്കെ സമൂഹം സ്മരിക്കുന്നത് എന്തുകൊണ്ടാണ്? അവരിൽ ഈ മനസ്സലിവുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അവർ ഇന്നും ചരിത്രത്തിൻ്റെ ഭാഗമായി, വിശുദ്ധിയുടെ ഭാഗമായി ഒക്കെ നമ്മൾ കൊണ്ടാടാൻ ഇടവരുന്നത് കർത്താവിലുണ്ടായിരുന്ന ആ മനസ്സലിവ് ഇവരിലും ഉണ്ടായിരുന്നു എന്ന് നാം തിരിച്ചറിയപ്പെടുന്നത് കൊണ്ടാണ്. നമുക്കിന്ന് നഷ്ടപ്പെട്ടു പോകുന്നതും ഇതുതന്നെയാണ്. പക്ഷേ നമ്മൾ സുഹൃതങ്ങളൊന്നും ചെയ്യുന്നില്ല, നമ്മൾ ഉപവിപ്രവൃത്തികളൊന്നും ചെയ്യുന്നില്ല എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞു വയ്ക്കുന്നത്. നമ്മളൊക്കെ ഉപവിപ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. ഒരുവൻ ആയിരിക്കുന്ന അവസ്ഥയിൽ അവനെ ഉൾക്കൊള്ളുവാനുള്ള മനസ്സാണ് യഥാർത്ഥത്തിൽ കാരുണ്യം. മദർ തെരേസയിലും ഫാദർ ഡാമിയനിലും ഒക്കെ ഉണ്ടായിരുന്നത് ഈ കാരുണ്യമാണ് യഥാർത്ഥത്തിൽ. പക്ഷേ നാം ചെയ്യുന്ന ഉപവിപ്രവർത്തനങ്ങളിൽ, നാം ചെയ്യുന്ന ഈ സുഹൃത ജപങ്ങളിൽ, ഈ സുഹൃത ജപങ്ങളിലൊക്കെ അപരനോടുള്ള ദയയാണോ അതോ ഈ കാരുണ്യമാണോ നമ്മളിൽ നിന്ന് നിറഞ്ഞു നിൽക്കുന്നത്? പലപ്പോഴും ഇത് പറയുമ്പോൾ നമ്മൾ തിരിച്ചറിയപ്പെടേണ്ടതുണ്ട്. അവനോടുള്ള കാരുണ്യമൊന്നുമല്ല, അവൻ്റെ അവസ്ഥയോടുള്ള തന്മയീഭാവമാണ് യഥാർത്ഥത്തിൽ കാരുണ്യമായി നമ്മൾ വായിച്ചെടുക്കേണ്ടത്. പക്ഷേ അവനോടുള്ള തന്മയീഭാവമല്ലല്ലോ നമ്മളിൽ ഉണ്ടാവുക. ദാരിദ്ര്യം അനുഭവിക്കുന്നവനോട്, നിരാലംബനോട്, അല്ലെങ്കിൽ സഹായം ആവശ്യമുള്ളവനോട് ഒക്കെ നമുക്കുള്ളത് കരുണയല്ല, ഒരുതരം സഹതാപമാണ്, അല്ലെങ്കിൽ ഒരുതരം ദയയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നാം എന്തെങ്കിലും സുഹൃതം ചെയ്യുന്നുവെങ്കിൽ അതൊരു തരം ഔദാര്യമായിട്ടാണ് നാം പലപ്പോഴും നമ്മളെപ്പോഴും കൊടുക്കുക. അത് പലപ്പോഴും നമ്മൾ നമ്മുടെ ഉള്ളങ്ങളിലേക്കൊന്ന് പരിശോധിച്ച് നോക്കുക. അതൊരു തരം സ്വയസംതൃപ്തിക്കും ഒരു തരം പ്രശസ്തിക്കുമൊക്കെ നിദാനമായിട്ടല്ലേ മാറുക? അല്ലെങ്കിൽ തന്നെ കർത്താവ് ഇവിടെ ചെയ്യുന്നത് പോലെ തന്നെ ആവശ്യം അറിഞ്ഞ് ആവശ്യക്കാരനെ കണ്ടെത്തി നടത്തുന്ന ഉപവിപ്രവർത്തനമാണോ ഇത്? അങ്ങനെ ആകാറുണ്ടോ പലപ്പോഴും? വയലൂപ്പിള്ളിയുടെ വളരെ പ്രസിദ്ധമായ ഒരു കവിതയാണല്ലോ അരിയില്ലാഞ്ഞിട്ട് എന്ന് പറഞ്ഞ്. ആ കവിത ഒരല്പം കണ്ണുനീരോടുകൂടിയല്ലാതെ വായിച്ചു തീർക്കാനാവില്ല ഒരിക്കലും നമുക്ക്. കാരണം ആ കവിതയിലെ കഥാപാത്രങ്ങൾ ഒരു മുത്തശ്ശനും മുത്തശ്ശിയും മാത്രമാണ്. ഒരു ദിവസം ഒരു ഗ്രാമത്തിൽ ജീവിക്കുന്ന മുത്തശ്ശനും മുത്തശ്ശിയുമാണ്. ഒരു ദിവസം വളരെ പെട്ടെന്ന് മുത്തശ്ശിയുടെ ആർത്തമായ നിലവിളി കേട്ടാണ് ഗ്രാമം ഉണരുന്നത് തന്നെ. ഉടനെ കരയിലെ പ്രമാണിമാർ മുഴുവൻ, കരവാസികൾ മുഴുവൻ, ഗ്രാമവാസികൾ മുഴുവൻ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് ഓടിക്കൂടി. മുത്തശ്ശിയുടെ വീട്ടിൽ ഓടിക്കൂടി എത്തിക്കഴിഞ്ഞപ്പോഴാണ് അറിയുക മുത്തശ്ശൻ മൃതനായിരിക്കുന്നു. എല്ലാവരും പിന്നെ ഓരോരുത്തരും വളരെ പെട്ടെന്ന് കർമ്മോത്സുകരായി. ചിലർ മാവ് വെട്ടാൻ തിരക്ക് കൂട്ടുന്നു, ചിലർ പന്തലിടാൻ തിരക്ക് കൂട്ടുന്നു, ചിലർ മുറ്റത്ത് ചാണകം മെഴുകുന്നു. ഇങ്ങനെ വളരെ തിരക്കേറിയ എല്ലാവരും അവരവരുടെ പ്രവർത്തനങ്ങളിലാണ്. ഇങ്ങനെ അകത്ത് കിടന്ന് ഏങ്ങലടിക്കുന്ന, ഗദ്ഗദത്തിൽ വാക്കുകൾ അറ്റുപോകുന്ന മുത്തശ്ശിയെ ശ്രദ്ധിക്കാനൊന്നും തന്നെ ആരുമില്ല. ഒടുവിൽ ഗ്രാമവാസികളെല്ലാവരും കൂടി ചെയ്യേണ്ട സഹായങ്ങൾ എന്ന നിലയിൽ പന്തലൊക്കെ ഇട്ട് മാവൊക്കെ വെട്ടി എല്ലാം കഴിഞ്ഞാണ് ഈ മുത്തശ്ശൻ്റെ മൃതശരീരമെടുത്ത് അവരുടെ ആചാരപ്രകാരം പുറത്ത് കിടത്തി കർമാനുഷ്ഠാനങ്ങളിലേക്കൊക്കെ പ്രവേശിക്കുകയാണ്. കർമാനുഷ്ഠാനങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് കരപ്രമാണി മുണ്ടിൻ്റെ കോന്തലയൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് അകത്തേക്ക് വിളിച്ച് മുത്തശ്ശിയോട് പറയുകയാണ്, വാക്കി അരിയിടാൻ 1 മണി അരി ഇങ്ങെടുത്തോളൂ. ഉടനെ ആ ഗദ്ഗദങ്ങൾക്കിടയ്ക്ക് ഇടയിൽ നിന്ന് എവിടെ നിന്നോ ആണ് ആ വാക്കുകൾ ഊർന്നു വീഴുക. വാക്കി അരിയിടാൻ 1 മണി അരിയുണ്ടായിരുന്നെങ്കിൽ മരിക്കയിലായിരുന്നല്ലോ അങ്ങേർ. ആ വാക്കുകൾ, ആ വരികൾ സഹോദരങ്ങളെ ഒരല്പം പൊള്ളലോടെ, ഒരല്പം വേവോടെ അല്ലാതെ നമുക്ക് വായിച്ചു തീർക്കാനാവുമോ? നമ്മുടെയൊക്കെ സുഹൃത ജപങ്ങൾ പലപ്പോഴും ഇത്തരത്തിലായി പോകുന്നുണ്ടോ? നാം ഒത്തിരി സുഹൃതങ്ങൾ ചെയ്യുന്നവരാണ്. പക്ഷേ ആവശ്യബോധത്തിലിരിക്കുന്നവനെ കണ്ടറിഞ്ഞ് അവനോടുള്ള തന്മയീഭാവത്തിൽ അവനെ സൗഖ്യപ്പെടുത്തുവാൻ, അവനെ സഹായിക്കുവാനുള്ളൊരു മനസ്സ് കർത്താവ് ഇവിടെ ചെയ്യുന്നത് അതാണ്. കൂനിയായ സ്ത്രീ ഒരിക്കലും സൗഖ്യം ആവശ്യപ്പെട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുന്നില്ല. പക്ഷേ കർത്താവ് അവളുടെ രോഗാതുരമായ അവസ്ഥയറിഞ്ഞ് അവളെ തൊട്ട് സൗഖ്യപ്പെടുത്തുന്നു.
അവളെ കരം വെച്ച് സൗഖ്യപ്പെടുത്തുന്നു. സൗഖ്യം അനുഭവിക്കുന്ന അതേ മുഹൂർത്തത്തിൽ തന്നെ, അതുകൊണ്ടാണ് അവൾ ദൈവത്തെ സ്തുതിച്ചു എന്ന വചനം രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. ആവശ്യക്കാരനെ കണ്ടറിഞ്ഞ് സൗഖ്യവുമായി കടന്നു ചെല്ലുന്ന വലിയ അനുഭവം ഇത് എൻ്റെയും നമ്മളുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടതല്ലേ? ഇത് തീർച്ചയായും എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ഒരു ഇടവക തലത്തിൽ, ഒരു സഭാതലത്തിൽ, ഒരു വ്യക്തിതലത്തിൽ, ഒരു ക്രൈസ്തവനെന്ന നിലയിൽ നമ്മുടെയൊക്കെ വിളി യഥാർത്ഥത്തിൽ ഇത് തന്നെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ക്രൈസ്തവ സമൂഹത്തിൻ്റെ വിളി യഥാർത്ഥത്തിൽ ഇത് തന്നെയാണ്. നമ്മുടെ സമൂഹം നമ്മളെ തിരിച്ചറിയേണ്ടത് യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ വായിച്ചു കേട്ടത് കൊണ്ടല്ല, നമ്മുടെ ഉപവിപ്രവർത്തനങ്ങളിലൂടെയാണ്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, യെശയ്യാ പ്രവചനം 58-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ നോമ്പും ഉപവാസങ്ങളുമൊക്കെ എങ്ങനെ ആയിരിക്കണമെന്ന് പ്രവാചകൻ അവിടെ രേഖപ്പെടുത്തുന്നുണ്ടല്ലോ. നാം ഈ നോമ്പാചരിക്കുമ്പോഴും സഹോദരങ്ങളെ, ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് മിച്ചം വരുന്ന പണവും മിച്ചം വരുന്ന സമയവുമൊക്കെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ സൗഖ്യം ആവശ്യപ്പെടുന്ന എത്രയോ പേർ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മളൊന്ന് കണ്ണുയർത്തി നോക്കേണ്ടതേയുള്ളൂ. നമ്മുടെ ആ കാലിൻ്റെ ഇറ്റുവട്ടത്തിനപ്പുറം, നമ്മുടെ സങ്കുചിതമായ വീക്ഷണത്തിൻ്റെ സ്വാർത്ഥതയുടെ ഇറ്റുവട്ടത്തിനപ്പുറം നാം ആകാശത്തിൻ്റെ നീലിമയിലേക്ക് ഇത്തിരി തുറന്ന മനസ്സോടുകൂടി സമൂഹത്തിലേക്കൊന്ന് നോക്കേണ്ടതേയുള്ളൂ. നിരാലംബരുടെ എത്ര നിലവിളികളാണ് നമ്മൾ കേൾക്കുക. നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പത്രത്താളിൽ നമ്മൾ വായിച്ചു കേട്ടല്ലോ, ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയാണ് ഉത്തരേന്ത്യയിൽ ഒരു സ്ഥലത്ത് തിക്കിലും തിരക്കിലും പെട്ട് 65 പേർ മരിച്ചുവെന്നാണ് പത്രത്തിൽ ഫ്രണ്ട് പേജ് കവർ ചെയ്ത വാർത്ത. നോക്കുക, ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയാണ്. എത്ര കാളുന്ന വിശപ്പുണ്ടായതുകൊണ്ടായിരിക്കണം ഇവർ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി ഇത്ര തിക്കും തിരക്കും കൂട്ടിയത്. അപ്പോൾ ഇങ്ങനെ ഈ വിശക്കുന്ന വയറുകൾക്ക് സാന്ത്വനമായി മാറാൻ, കരയുന്ന കണ്ണുകളിലെ കണ്ണുനീരൊപ്പാൻ, ഇവിടെയൊക്കെയാണ് ക്രൈസ്തവ സാക്ഷ്യം യഥാർത്ഥത്തിൽ നമ്മൾ നിറവേറ്റേണ്ടത്. ഇവിടെയൊക്കെയാണ് ക്രിസ്തുവിൻ്റെ സാന്നിധ്യം യഥാർത്ഥത്തിൽ സമൂഹം തിരിച്ചറിയപ്പെടേണ്ടത്. നമ്മളുടെ കരത്തിൻ്റെ സഹായഹസ്തങ്ങളിലൂടെ സഹോദരങ്ങളെ, സമൂഹം തീർച്ചയായും ആണിപ്പാടുള്ളവൻ്റെ കരം തിരിച്ചറിയപ്പെടേണ്ടതുണ്ട്. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ സമൂഹത്തിൽ നമ്മൾ ക്രിസ്തുവിൻ്റെ പ്രതിനിധികളായി, ക്രൈസ്തവനായി രൂപാന്തരപ്പെടുക. അതുകൊണ്ടാണല്ലോ പരിശുദ്ധ പിതാവ് ജോൺ പോൾ മാർപ്പാപ്പ നമ്മളെ വത്തിക്കാൻ രേഖയിലൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ, ദി ചർച്ച് മസ്റ്റ് വാക്ക് ദി സെയിം റോഡ് ആസ് ക്രൈസ്റ്റ് വാക്ക്ഡ്. ക്രിസ്തു യാത്ര ചെയ്ത് അതേ വഴിയിലൂടെ തന്നെ യാത്ര ചെയ്യേണ്ടതാണ് സഭയും. ക്രിസ്തു യാത്ര ചെയ്ത് അതേ വഴിയിലൂടെ തന്നെ യാത്ര ചെയ്യേണ്ടതാണ് സഭയിൽ. ഇത് നമുക്ക് ഓരോരുത്തർക്കുമുള്ള ഒരു വെല്ലുവിളിയല്ലേ ഇന്നത്തെ കാലഘട്ടത്തിൽ തീർച്ചയായും ഇത് ഓരോരുത്തർക്കുമുള്ള ഒരു വെല്ലുവിളി തന്നെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പക്ഷേ നാം തീർച്ചയായും ക്രിസ്തു യാത്ര ചെയ്ത ആ പാത ഏതാണ്? പരിശുദ്ധ പിതാവ് അത് വ്യക്തമായി വെളിപ്പെടുത്തുന്നുണ്ട്. ദി റോഡ് ഓഫ് പോവർട്ടി ആൻഡ് സാക്രിഫൈസ്. ദാരിദ്ര്യത്തിൻ്റെയും സ്വയം ശൂന്യവൽക്കരണത്തിൻ്റെയും ആ വഴിയിലൂടെ തന്നെയാണ് ക്രിസ്തു നടന്നുപോയത്. ഇന്ന് എൻ്റെ ഇടവക ജീവിതത്തിലും എൻ്റെ സഭാജീവിതത്തിലും എൻ്റെ വ്യക്തി ജീവിതത്തിലുമൊക്കെ നമ്മൾ ഈ ഒരു വഴിയിലൂടെ തന്നെയാണോ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്? ഈ വഴിത്താരകളിലൂടെ തന്നെയാണോ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇത് നമ്മളെ തീർച്ചയായും വേദനിപ്പിക്കണം. അതുകൊണ്ടാണ് എനിക്ക് സമൂഹത്തിൽ ക്രൈസ്തവ സാക്ഷ്യം നിറവേറ്റാൻ കഴിയാത്തത് എന്ന് നാം തിരിച്ചറിയപ്പെടേണ്ടതുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് അത്തരം തുറവിയുള്ള, അങ്ങനെ കാഴ്ചപ്പാടുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ഇത് തരുന്ന മൂന്നാമത് ഒരു ചിന്ത കൂടിയുണ്ട്. ഇവിടെ ക്രിസ്തു നൽകുന്ന ആ സൗഖ്യത്തിലൂടെ ക്രിസ്തു വലിയൊരു കാര്യം നമ്മളോട് പറയാൻ ആവശ്യപ്പെടുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. ദൈവജനം എല്ലാ ബന്ധനങ്ങളിൽ നിന്നും വിമോചിതരാകേണ്ടവരാണ്. ദൈവജനം, ക്രൈസ്തവജനം എല്ലാ തരത്തിലുള്ള ബന്ധനങ്ങളിൽ നിന്നും വിമോചിതരായി നിൽക്കേണ്ടവരാണ് എന്നുകൂടി ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവരുടെ സൗഖ്യവുമായി ബന്ധപ്പെട്ട് പരിഭവം പറയുന്ന ഫരിസേയനോട്, ശാപത്തിൽ സൗഖ്യം കൊടുക്കുന്നുവോ എന്ന് പരിഭവം പറയുന്ന ഫരിസേയനോട് 18 വർഷമായി രോഗബാധയാൽ വലഞ്ഞിരുന്ന ഇവളെ സൗഖ്യത്തിലേക്ക് ആനയിക്കേണ്ട, എബ്രാഹാത്തിൻ്റെ മകളെ സൗഖ്യത്തിലേക്ക് ആനയിക്കേണ്ടതല്ലേ, സാത്താൻ ബന്ധിച്ചിട്ടിരുന്ന ഈ മകളെ സൗഖ്യത്തിലേക്ക് ആനയിക്കേണ്ടതല്ലേ എന്ന് തന്നെ ക്രിസ്തു ചോദിക്കാനിട വരുന്നത് കൊണ്ടാണ്. സഹോദരങ്ങളെ, ഇന്ന് നമ്മളും പലപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ? ഫരിസേയൻ ഇവിടെ ആക്ഷരികമായ നിയമത്തിനും ഘടനയ്ക്കും അടിമയായി അതിൻ്റെ ബന്ധനങ്ങളിൽ മാത്രം നിന്നുകൊണ്ട് ശുശ്രൂഷ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ഫരിസേയൻ. അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്തു കിടക്കാൻ കഴിയാത്തവനാണ് യഥാർത്ഥത്തിൽ ഫരിസേയൻ. പക്ഷേ ക്രിസ്തു അതല്ലല്ലോ നമ്മളെ പഠിപ്പിച്ചത്. ഈ നിരാലംബയുടെ സൗഖ്യത്തിലൂടെ എല്ലാ മാനുഷിക ചട്ടക്കൂടുകളെയും, എല്ലാ നിയമത്തിൻ്റെ ചട്ടക്കൂടുകളെയും അവിടെ പുതുക്കുകയും ആത്മാവിൻ്റെ പുതുക്കം നൽകുകയും ചെയ്യുകയാണ് കർത്താവ്.
ആത്മാവിൻ്റെ പുതുക്കം നൽകുകയാണ്. അതുകൊണ്ട് പഴയ നിയമത്തിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് ആക്ഷരികമായ ശുശ്രൂഷയാണ് എങ്കിൽ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷ എന്നുള്ളത് ആത്മാവിൻ്റെ ശുശ്രൂഷയാണ്, ആത്മാവിൻ്റെ സൗഖ്യദാനത്തിൻ്റെ ശുശ്രൂഷയാണ്. ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മുടെ സഭയുടെ ദൗത്യവും നമ്മുടെ ദൗത്യവും എന്ന് നമ്മൾ തിരിച്ചറിയപ്പെടേണ്ടതുണ്ട്. ആ വിളിയിലേക്ക് എത്ര പ്രാവശ്യം എത്ര വട്ടം നമുക്ക് കടന്നു വരാൻ കഴിയുന്നുണ്ട്. നമുക്ക് ചുറ്റും ജീവിക്കുന്നവരെ അവർ ആയിരിക്കുന്ന ബന്ധനങ്ങളിൽ നിന്ന്, അവർ ആയിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് എപ്രകാരം നമുക്ക് വിമോചിപ്പിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. ഇതിലൂടെയാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ സ്വഭാവം നാം വെളിപ്പെടുത്തുകയും അവൻ്റെ ഉദ്ദേശം നാം നമ്മുടെ സമൂഹത്തിൽ നിറവേറ്റുകയും ചെയ്യേണ്ടത്. പക്ഷേ ഇന്ന് പലപ്പോഴും നമ്മളിങ്ങനെയല്ല. നമ്മൾ സങ്കടത്തോടെ തന്നെ സമ്മതിക്കേണ്ടതുണ്ട്. റോമാനഗരം കത്തിയെരിഞ്ഞപ്പോൾ വീണ വായിച്ചു കൊണ്ടിരുന്ന ഒരു ചക്രവർത്തിയെക്കുറിച്ചൊക്കെ നമ്മൾ ആക്ഷരികമായി വളരെ സന്തോഷത്തോടെ വായിച്ചു പോകാറുണ്ട്, ഒരല്പം തമാശയോടുകൂടി. പലപ്പോഴും ഇന്ന് നമ്മളുമൊക്കെ നമ്മുടെ സ്വാർത്ഥതയുടെ ഇറ്റുവട്ടത്തിൽ നിന്നുകൊണ്ട് ഏതാണ്ട് ആ ഒരു വായനയ്ക്ക് ചേർന്ന മുഖങ്ങളിൽ തന്നെയല്ലേ എന്ന് നമ്മൾ ധ്യാനിക്കേണ്ടതാണ്. ചുറ്റും സൗഖ്യം ആഗ്രഹിക്കുന്ന, സൗഖ്യം ആവശ്യപ്പെടുന്ന എത്രയോ നിരാലംബരുടെ നിലവിളിയാണ് നമ്മുടെ കാതുകളിൽ പതിയുന്നത്. ആ നിലവിളികളിലേക്ക് നമ്മളുടെ കാതുകളൊന്നെത്തട്ടെ, ആ കാഴ്ചകളിലേക്ക് നമ്മളുടെ കണ്ണുകൾ ഒന്ന് തുറക്കട്ടെ. ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാനുള്ള ഉത്തരവാദിത്തത്തിൽ നിന്ന് നമ്മളിന്ന് ഓടി ഒളിക്കുന്നുണ്ടോ? ഈ ഒരു ചിന്ത ഇന്ന് നമ്മളെ പൊള്ളിക്കട്ടെ. ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാനുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് നാം നമ്മുടെ ഇടവക ജീവിതത്തിൽ, എൻ്റെ സഭാ ജീവിതത്തിൽ, എൻ്റെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ ഓടി ഒളിക്കുന്നുണ്ടോ? ഇത് നമ്മളെ പൊള്ളിക്കേണ്ട ഒരു ചോദ്യമാണ് എന്ന് ഞാൻ കരുതുകയാണ്. തീർച്ചയായും ഇന്ന് വ്യക്തിപരമായി നമ്മൾ ഓടി ഒളിക്കുന്നു എന്ന് തന്നെ മൗനമായി സമ്മതിക്കേണ്ടി വരും. അതുകൊണ്ടാണ് നമുക്ക് സമൂഹത്തിൽ ക്രൈസ്തവ സാക്ഷ്യം യഥാർത്ഥത്തിൽ നിറവേറ്റപ്പെടാൻ കഴിയാതെ പോകുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഈ കൂനിയുടെ സൗഖ്യത്തിലൂടെ നമ്മൾ കണ്ടത് ഒന്നുകൂടി ക്രോഡീകരിക്കാൻ ശ്രമിക്കുകയാണ്. നമ്മൾ കണ്ടു ജീവിത പ്രശ്നങ്ങൾ കൊണ്ട് ഇന്ന് കൂനിപ്പോകുന്നവർ, ജീവിതത്തിൻ്റെ വഴിത്താരയിൽ അവർ നടന്നു പോകുമ്പോൾ ആകാശത്തിൻ്റെ അനന്തതയോ നീലിമയോ ഒന്നും ആസ്വദിക്കുവാൻ കഴിയാതെ ആ കാൽവട്ടത്തിലെ ഇത്തിരി മണ്ണ് മാത്രം കാണുന്ന ആ സ്വാർത്ഥതയുടെ കൂന് ബാധിച്ചവർ, ഇവരൊക്കെ സൗഖ്യം ആവശ്യപ്പെടുന്നവരാണ്, സൗഖ്യം ആഗ്രഹിക്കുന്നവരാണ്. അവർ ആവശ്യപ്പെടാതെ തന്നെ സൗഖ്യത്തിൻ്റെ വലിയ തുറവിയിലേക്ക് ആനയിക്കുവാൻ കർത്താവ് തയ്യാറാവുകയാണ് ഈ ഒരു സംഭവത്തിലൂടെ. ഇത് ഇന്ന് സഭയ്ക്ക് കഴിയണം, എനിക്ക് കഴിയണം, എൻ്റെ ഇടവക ജീവിതത്തിൽ കഴിയണം. അതിന് നമ്മുടെ ഈ വിചാരങ്ങൾ മുഖാന്തിരമായി മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നാം ആയിരിക്കുന്ന അവസ്ഥയിൽ ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളെ ചേർത്തടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ നല്ല സമയത്തിനായി അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 13-ാം അധ്യായം 10 മുതലുള്ള വചനങ്ങളിലൂടെ കൂനിയുടെ സൗഖ്യം ധ്യാനിക്കുകയായിരുന്നുവല്ലോ ഞങ്ങൾ. ദൈവമേ, കൂനിയുടെ സൗഖ്യത്തിലൂടെ വചനത്തിൻ്റെ ആഴമായ ബോധ്യങ്ങളിലേക്ക് അങ്ങ് ഞങ്ങളെ ആനയിച്ചതിനാൽ സ്തോത്രം. ദൈവമേ, കൂന് സൗഖ്യപ്പെടേണ്ട ഒരു രോഗമാണ് എന്ന് ഞങ്ങൾ കണ്ടു. ദൈവമേ, ഞങ്ങളുടെ കാൽവട്ടത്തിലെ ഇത്തിരി മണ്ണിൻ്റെ വെട്ടം മാത്രം കണ്ട് മുന്നോട്ട്